വന്യമൃഗശല്യം അടക്കമുള്ള കർഷക വിഷയങ്ങളിൽ സർക്കാരിന്റെ നിസ്സംഗതയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മീഡിയ വണ്ണിനോട്. മലയോര ജനതയുടെ ജീവിതം ദുരിതത്തിലാണ്. കാർഷിക പ്രശ്നങ്ങളിൽ പ്രതിപക്ഷം ബദൽ നിർദ്ദേശിക്കും. സർക്കാർ ചെയ്തില്ലെങ്കിൽ തങ്ങൾ ചെയ്യുമെന്നാണ് മലയോര സമരയാത്രയുടെ സന്ദേശം. പി.വി. അൻവർ ജാഥയ്ക്കൊപ്പം ഉണ്ടാകുമോ എന്ന് യു.ഡി.എഫ് തീരുമാനിക്കുമെന്നും സതീശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരപ്രചരണ ജാഥയ്ക്ക് അല്പസമയത്തിനകം ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ കരിവഞ്ചാലിൽ തുടക്കമാവുകയാണ്. ജാഥ ലീഡർ വി.ഡി. സതീശൻ അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോക്കൂ, ഇന്നലെ കേരളം പുലർന്നത് ഒരാളെ കടുവ കടിച്ചു കൊന്നു എന്ന വാർത്തയുമായിട്ടാണ്. ഇന്ന് ഒരാളെ ആന ആക്രമിച്ച വാർത്തയുമായിട്ടാണ്. ഓരോ ദിവസവും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് യു.ഡി.എഫ് ഇത്തരമൊരു ജാഥയുമായി എത്തുന്നത്. എങ്ങനെയാണ് ഇത്? ഒരു കേരളത്തിൻ്റെ പ്രയോറിറ്റിയാണ്, ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണ്. നിരന്തരമായി നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ വളരെ ലാഘവത്വത്തോടു കൂടി ഒരു നിസ്സംഗതാ മനോഭാവമാണ് ഗവൺമെൻറ്റിന്. ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന്. ഞങ്ങൾ കണക്കുകൾ സഹിതം നിയമസഭയിൽ മന്ത്രിയോട് മറുപടി പറഞ്ഞു. കഴിഞ്ഞ 6-7 കൊല്ലത്തിനകം 60,000 വന്യജീവി ആക്രമണമാണ് കേരളത്തിലുണ്ടായത്. മരിച്ചത് 1000-ലധികം പേർ, 8,000-ലധികം പേർ പരിക്കുപറ്റി ഗുരുതരമായ പരിക്കുള്ള, 5,000 കന്നുകാലികളെ കൊന്നു, 10,000-കണക്കിന് ഹെക്ടർ സ്ഥലം കൃഷി നശിപ്പിച്ചു, വലിയ കൃഷിനാശം ഉണ്ടായി. എന്നിട്ട് ഗവൺമെൻറ് പറയാണ് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഉള്ള പ്രശ്നം പരമ്പരാഗതമായി ഇതിനെ നേരിടുന്ന ഒരു രീതിയുണ്ടായിരുന്നു. സൗരോർജ്ജ വേലി, ആനക്കിടങ്ങ്, മതില്, റെയിൽ ഗാർഡ്, ഇതെല്ലാം ഇതൊന്നും കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മലയോര ജനതയുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണമാണ്, പട്ടിണിയും കഷ്ടപ്പാടുമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ടുള്ള ഭീതിയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. രാത്രി കിടക്കുമ്പോൾ ഒരു കരിയിലനങ്ങിയ പേടിയാണ്. പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല. പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. പാല് കൊടുക്കാൻ പോകാൻ പറ്റുന്നില്ല. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പം ഞങ്ങൾ അവരോട് ഐഡൻറ്റിഫൈ ചെയ്യാണ്, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് പ്രക്ഷോഭം തന്നെയായിട്ടാണ്. സർക്കാരിനെ നിർബന്ധിക്കുക, കേന്ദ്ര ഗവൺമെൻറ് വൈൽഡ് ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം, കുറേ കാര്യങ്ങൾ ചെയ്യണം, പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. ഇതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സാധാരണ മുന്നണികൾ നടത്താറുള്ളത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ ജാഥകളാണ്. അതിനപ്പുറത്തായി ജനങ്ങളെ ബാധിക്കുന്നൊരു വലിയ ജനപദത്തെ ബാധിക്കുന്ന വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ തുടങ്ങുന്നത്. അതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 2 കാര്യം കൂടി ചോദിക്കാം. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. അതിനു മുമ്പ് യു.ഡി.എഫിനെ ഒന്ന് കാർഷിക മേഖലയിലേക്ക് ഒന്ന് ഉണർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടോ ഈ ജാഥയിൽ? അല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഇവരിത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളിത് ചെയ്യും, അതാണ് മെസ്സേജ്. ഒരു കൗതുകം കൂടി ചോദിക്കട്ടെ. ജാഥ നിലമ്പൂരിലെത്തുമ്പോൾ പി.വി. അൻവർ ഉണ്ടാവുമോ ജാഥയ്ക്കൊപ്പം? യു.ഡി.എഫ് തീരുമാനിക്കേണ്ട അല്ല, അങ്ങനെയല്ല, ജാഥയ്ക്കൊപ്പം ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം, യു.ഡി.എഫിലല്ല. ഓക്കെ എന്തായാലും ജാഥ ക്യാപ്റ്റൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പകരം സംവിധാനങ്ങളുണ്ട്, പകരം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ്.